ഏതാ ഏതാ എനിക്ക് പാർലേജ് കാണിച്ചു തരുവാടാ. നല്ല ശുണ്ഠിയായിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു വ്ളോഗ് വീഡിയോ ആണ് ഗൈസ്. സോ നിങ്ങൾക്ക് തമ്മിലൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, യെസ്, ഞാൻ എഗെയിൻ പല്ലിൽ കമ്പി ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതുവരെയും നിനക്ക് ഈ പരിപാടികൾ നിർത്താറായില്ലേ എന്ന് ചോദിച്ചവർക്ക് ഒരു സ്റ്റോറി ഉണ്ട് ഗൈസ്. ആ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇതുവരെയും എനിക്ക് ഈ പരിപാടി നിർത്താറായില്ലേ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു 3 വർഷം മുന്നേ നടക്കുന്നതെന്ന് പണ്ടാരം 3 വർഷം മുന്നേ നടന്നൊരു എൻ്റെ ട്രാജിക് സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഗൈസ്, എൻ്റെ പല്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷം മുന്നേ എൻ്റെ പല്ല് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അപ്പർ ജോലൈനും താഴത്തെ ജോലൈനിലുള്ള പല്ലെന്ന് പറഞ്ഞാൽ നേരെ തെറ്റിയാണ് ഇരുന്നത്. ആൻഡ് ഫ്രണ്ടിലത്തെ പല്ലെന്ന് പറയുന്നത്, അതായത് ഈ അപ്പറിലുള്ള ഈ കുറച്ച് പല്ലെന്ന് പറയുന്നത് നല്ല തള്ളി വരുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് പഴയ വീഡിയോസ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. വാ നിറച്ച് പല്ലുകൾ ഉള്ളൊരു പ്രതീതിയായിരുന്നു എനിക്ക്. കാരണം ഒരുപാട് തള്ളൽ, പിന്നെ താണ്ട ഈ ഒരു 2 പല്ലും ഇങ്ങനെ ഒരുമിച്ച് ഇണ പിരിയാതിരുന്നതാണ്. അവരെ ഞാൻ കൊണ്ടുപോയി എൻ്റെ പല്ല് ഇവിടെ വീടിനടുത്തുള്ള ഡോക്ടറാണ് ഞാൻ കാണിച്ചത്. എൻ്റെ പല്ല് തള്ളുന്നുണ്ട്, എനിക്കൊന്ന് സ്മൈലൊന്ന് ശരിയാക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഫേസിൻ്റെ ആ ഒരു തള്ളൽ മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് ടീത്ത് ബ്രേസസ് ഇടണമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് വിവരമില്ലാത്തത് കൊണ്ടും എനിക്കിതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ടും ഞാനൊരു ഓർത്തഡോണ്ടിസ്റ്റിനെ അല്ല കൊണ്ട് കാണിച്ചത്. സോ പുള്ളിക്കാരൻ എൻ്റെ പല്ല് കൊണ്ട് നന്നായിട്ട് പഠിച്ചു ഗൈസ്. എൻ്റെ മേളത്തെയും 2 പല്ല്, ടോട്ടൽ 2 പല്ല്, താഴത്തെ വരിയിൽ നിന്നും 2 പല്ല്, ടോട്ടൽ 4 പല്ല്, ചുപ്രഹോം 4 പല്ല് ഡോക്ടർ എടുത്തു. എന്നിട്ട് ഡോക്ടർ കമ്പിയിട്ട് ഏകദേശം ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് 2 വർഷം എടുക്കത്തുള്ളൂ, 2 വർഷം കഴിയുമ്പോഴത്തേക്ക് പല്ലെല്ലാം സെറ്റാവും. അങ്ങനെ ഞാൻ പല്ലിൽ കമ്പിയിട്ട് ഞാൻ 2 വർഷത്തേക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന് 1 കൊല്ലമായി, 1.25 കൊല്ലമായി, 1.5 കൊല്ലമായി ഗൈസ്. പല്ല് താഴത്തെ വരിയിൽ എടുത്ത 2 ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ക്ലോസ് ആയി. പക്ഷേ 2 കൊല്ലം ആവാറായിട്ട് പോലെ ഈ സാധനം 2 കൊല്ലമായിട്ട് പോലും മേലത്തെ ഈ ഗ്യാപ്പ് ഇതേപോലെ ഇങ്ങനെ നിൽപ്പുണ്ടതാ, ഇതേപോലെ ഇങ്ങനെ തന്നെ നിൽക്കുന്നു. അങ്ങനെ ഈ ഡോക്ടറിൻ്റെ പ്രവൃത്തിയിൽ ചില വശപ്പിശകുകളും, അതായത് ഡോക്ടർ എനിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് തരണ പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. സോ അങ്ങനെ ഞാനൊരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പോടെ വേറൊരു ക്ലിനിക്കിൽ പോയി. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, ആക്ച്വലി ഇങ്ങനെയല്ലായിരുന്നു എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. കാരണം ഇപ്പം ഞാൻ കാണിക്കുന്ന ഡോക്ടർ തന്നെയാണ് പറയുന്നത്, ഇങ്ങനെയല്ലായിരുന്നു എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. കാരണം എൻ്റെ ആൻറ്റീരിയർ പാർട്ടൊന്നും ബോറല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആൻറ്റീരിയർ പാർട്ട് ഒരുപാട് തള്ളല്ലാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെയല്ലായിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എഗെയിൻ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ബൈറ്റ് ഒന്ന് റേസ് ചെയ്തിട്ട്, അതായത് ഇങ്ങനെ ഇരിക്കണ പല്ലിനെ കുറച്ച് അങ്ങനെ ആക്കിയിട്ട് പല്ലിനെ അകത്തോട്ടാക്കാമെന്ന് പറഞ്ഞു. സോ അതിന് നല്ല ഇതെടുക്കും, കാരണം അങ്ങനെ ചെയ്ത് എനിക്ക് സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഒബ്വിയസ്ലി എൻ്റെ ജോലി അലപ്പറയായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അങ്ങനെ ഡോക്ടർ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം, നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസ്പാരൻറ്റ് അലൈനേഴ്സ് വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു, ക്ലിയർ അലൈനേഴ്സ് വെച്ചിട്ട്. അങ്ങനെ ക്ലിയർ അലൈനേഴ്സ് വെച്ചിട്ട് ചെയ്തിട്ട് ഏകദേശം 1 ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാലും ഏകദേശം 1 ഇയർ ആവാറായി അലൈനേഴ്സ് ഇടാൻ തുടങ്ങിയിട്ട്. പക്ഷേ അലൈനേഴ്സ് ഞാനൊരു കുറച്ച് നാൾ ഇട്ടാലും എനിക്ക് ആ ഗ്യാപ്പ് ചെറുതായിട്ടൊക്കെ ഒന്ന് എന്താ പറയുക, ആ ഇത്ര ഉള്ളൊരു ഗ്യാപ്പ് ഇങ്ങനെ ആവുന്നതെന്നല്ലാതെ ഇങ്ങനെ ആവുന്നില്ല. അങ്ങനെ ഞാനൊരു 2-3 ക്ലിനിക്കിലൊക്കെ ഇങ്ങനെ ചോദിച്ചു നോക്കി. അപ്പോൾ ഒരു ക്ലിനിക്കിൽ ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ പറയുക, സെറ്റ് ചെയ്യാം, പക്ഷേ 2.5 ലക്ഷം ആവുമെന്ന് പറഞ്ഞു. എൻ്റെ കണ്ണീന്ന് തേനീച്ചയും പൂമ്പാറ്റയും കണ്ണീരും ചെവി കൂടെ ഒരു ചൂടൊക്കെ വന്നു. 2.5 ലക്ഷം രൂപയ്ക്ക് ഞാൻ പടയ്ക്കാനാ. ഞാൻ ചോദിച്ചു, നമുക്ക് വലിയ സിമ്മൻ്റ് പാറപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് അടച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഗൈസ്. 2.5 ലക്ഷം രൂപയ്ക്ക് അത്രയും ഒരു ഇതെന്നെ കൊണ്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എഗെയിൻ ടീത്ത് ബ്രേസസിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഉള്ള ഡോക്ടറല്ല പറഞ്ഞത്, പുറത്തുള്ളൊരു ഡോക്ടറാണ് പറഞ്ഞത്. 2 അതായത് ഞാനിപ്പം കാണിക്കുന്ന ഡോക്ടേഴ്സ് ഒന്നുമില്ല, വേറൊരു ഡോക്ടറാണ് പറഞ്ഞത് 2.5 lakhs ആവും ഞാനിത് ക്ലിയർ ചെയ്തെടുക്കുന്നതിന്, 1 ഇയർ എടുക്കും. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ഇങ്ങനെ കുറേ നേരം ആലോചിച്ച്, 2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ എത്ര
വീട് വയ്ക്കുന്ന അവിടെ ഞാൻ എത്ര കല്ലുകൾ ഇറക്കും, ഞാനിപ്പോൾ അങ്ങനെയൊക്കെയാണ് ചിന്തയാണ്. എത്ര പാറപ്പൊടികൾ ഇറക്കാം, നമുക്ക് എങ്ങനെയൊക്കെ വീട്ടിൽ 2 ലക്ഷം രൂപയ്ക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഇന്ന് പോകുന്ന ക്ലിനിക്കിൽ, അതായത് ഇന്ന് പോകുന്ന ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് അല്ല ഇത്, ഞാനൊരു മൂന്നാമത്തെ അപ്പോയിൻമെൻ്റാണിത്. ഫസ്റ്റ് ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞ് നമ്മൾ വല്ലാത്തൊരവസ്ഥയിലാണ്. കാരണം ഒരു പല്ല് വയ്ക്കാനുള്ള സ്പേസും ഇല്ല, ആൻഡ് പല്ല് ചെറുതായിട്ട് ഇപ്പോഴും ഒന്ന് പുറം തള്ളി നിൽക്കുന്നുണ്ട് എൻ്റെ പല്ല്. നിങ്ങൾക്കിപ്പം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ ഞാൻ നേരിട്ട് കാണുമ്പോഴല്ലെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വലിയ തള്ളല്ല ഗൈസ്, പക്ഷേ ഈ ഒരു ഭാഗം നല്ല തള്ളലുണ്ട്. അതറിയാൻ വേണ്ടിയിട്ട് പറ്റണുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എഗെയിൻ ടീത്ത് ബ്രേസസ് ഇടാം, 1 ഇയർ എടുക്കും ശരിയാവാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ നിന്ന് പല്ല് പുഷ് ചെയ്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം. ആൻഡ് എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പറ്റിയ അബദ്ധം എന്തെന്ന് ഡോക്ടർ പറഞ്ഞ്, എൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഈ 2 പല്ലല്ലായിരുന്നു എനിക്ക് എടുക്കേണ്ടത്, ഈ പല്ലായിരുന്നു എനിക്ക് എടുക്കേണ്ടത്. അങ്ങനെ എടുത്തിരുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഗ്യാപ്പും വരില്ല, ഒന്നും വരില്ല. അപ്പം ഒരു ഡോക്ടർ എന്നെ പഠിച്ചതാണ്. ഞാൻ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അന്ന് പൈസ കുറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ ഇരട്ടി എനിക്കായിട്ടുണ്ട്. കാരണം അലൈനേഴ്സ് നിങ്ങൾക്കറിയാം, അലൈനേഴ്സ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്. അലൈനേഴ്സ് ഞാൻ യൂസ് ചെയ്തു, പക്ഷേ ലൈക്ക് ആവുന്നുണ്ട്, ബാക്കിലോട്ട് കുറച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയ ഗ്യാപ്പ് അലൈനേഴ്സ് വെച്ചിട്ട് ക്ലോസ് ചെയ്യണം ആദ്യത്തെ ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈക്ക് ബോൺ സ്ട്രെങ്ത് കുറച്ചുകൂടെ കൂടുതലായതുകൊണ്ട് ഒരു പൊടിക്കും അങ്ങോട്ട് അടുക്കുന്നില്ല ഗൈസ്. സോ അതുകൊണ്ട് നമ്മുടെ ഡോക്ടർ പറഞ്ഞ് നമുക്ക് ബാക്കിൽ നിന്ന് പല്ലിനെ പുഷ് ചെയ്ത് കൊണ്ടുവരണം, 1 ഇയർ എടുക്കും. സോ ഇതെൻ്റെ അവസാനത്തെ അറ്റംപ്റ്റാണ്. ഇല്ലെങ്കിൽ ഈ പല്ലും കൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും. എല്ലാം ഇങ്ങനെ ചെയ്യണം, എല്ലാ ആവശ്യം ഉണ്ടായിരുന്ന എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് പോയി ഞാൻ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു പ്രശ്നമൊന്നും വരില്ലായിരുന്നു. ഇപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പം നിങ്ങൾ പല്ലിക്കമ്പി ഇടാനോ സ്മൈൽ കറക്ഷനോ എന്തുണ്ടെങ്കിലും നല്ലൊരു സ്ഥലത്ത് പോയി ചെയ്യുക. ഇപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ എൻ്റെ പൈസയില്ല എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, അങ്ങനെ അവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് പൈസ കുറച്ചുകൂടെ ഉണ്ടാകുന്ന ഒരു ടൈം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പോയി ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ലൈക്ക് പല്ലി കമ്പിയിടം അവിടെ ചെയ്തത് ഇവിടെ കമ്പിയിടുമ്പോൾ ഏകദേശം ഒരേ റേറ്റ് തന്നെ. പക്ഷേ ട്രാവൽ എക്സ്പെൻസിൻ്റെ അതേ വരുള്ളൂ. കാരണം ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. മറ്റേത് ഞാൻ ട്രിവാൻഡ്രത്ത് പോയിട്ട് വരുന്ന എൻ്റെ ഒരു ചിലവ് അതാണ് വരുന്നത്. പിന്നെ ഇപ്പം ഞാൻ പോയെടുത്ത് എനിക്ക് കുറേ എക്സ്ട്രാസ് എടുത്ത് നോക്കി, കുറേ ഫോട്ടോഗ്രാഫ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതും. കാരണം നമുക്ക് ഇപ്പോൾ എടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സംഭവം. നമ്മളങ്ങനെ ചെയ്തു, കുറേ ഫോട്ടോസ് അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഏകദേശം ക്ലിയറായി. എന്നെ ആദ്യം ഒരു സർജൻ മെയിൻ ഡോക്ടറാണ് നോക്കിയത്. അതിന് ശേഷം ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ ഞാൻ പോയിൻ്റെ അന്ന് ഓർത്തഡോണ്ടിസ്റ്റിലായിരുന്നു. ശേഷം ഒരു ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഓക്കെ, അപ്പം പറഞ്ഞു ഡോൺ വെറി നമുക്ക് സെറ്റ് ചെയ്യാം, പക്ഷെ 1 ഇയർ എടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഗെയിൻ പല്ലി കമ്പിയിടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെയെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. കാരണം കുറേ നാളായി ഞാൻ ഇതിൻ്റെ പിറകെ ഗ്യാപ്പും കൊണ്ട് ഇങ്ങനെ നടക്കുന്നു. സോ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ചെയ്യുക, വിവരമുള്ള അല്ലെങ്കിൽ നല്ല ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാളടുത്ത് പോയി ചെയ്യുക. മറ്റേത് എന്താണെന്നറിയോ, ഇത് ഒന്നും അറിഞ്ഞൂടാത്ത ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുപോയി കാണിച്ച് പൈസ കുറവാണല്ലോ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി. കാരണം പല്ല് മാറുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറും. സോ അതൊരു ഭയങ്കര ഒരു സംഭവമാണ്. സോ അതുകൊണ്ട് എവിടെയെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് നല്ലൊരു സ്ഥലത്ത് പോയി ചെയ്യുക, അല്ലെങ്കിൽ തേഞ്ഞു കുത്തി ഒടിഞ്ഞു കുത്തിയൊക്കെ ഇരിക്കേണ്ടി വരും ഗൈസ്. സോ ഇത് എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ചീണ്ടിയെടുത്തതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുക. എൻ്റെ അമ്മ ഇവിടെ വിജിലംബിച്ചിരിപ്പുണ്ട്. എൻ്റെ കഥ കേട്ട് എൻ്റെ അമ്മ കഷ്ടം തന്നെ കുട്ടിയുടെ കാര്യം എന്നും പറഞ്ഞിരിപ്പുണ്ട് ഗൈസ്. പണ്ടേ എനിക്ക് ഏതായാലും നല്ല ഡോക്ടറിനെ കൊണ്ട് കാണിക്കാൻ ഞാൻ വീടിനടുത്ത് കൊണ്ടുപോയി കാണിച്ച് എനിക്ക് പണി കിട്ടിയതാണ്. സോ എപ്പോഴും പറയുന്നു, നല്ലൊരു ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുക. അടുത്ത വർഷം ഇതേ സമയം ഞാൻ എടുത്തിട്ട് ഇങ്ങനെ നല്ലപോലെ ചിരിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ എനിക്ക് ആഗ്രഹമുണ്ട്. സോ ഗൈസ് നമുക്ക് പോവാം. ഓക്കെ, വരൂ. പിന്നെ ഗൈസ് ഇപ്പോഴത്തെ എൻ്റെ പല്ലിൻ്റെ ക്ലിയർ കണ്ടീഷൻ ഞാൻ കാണിച്ചാൽ എന്താ ഒരു ഗ്യാപ്പുണ്ട്, പക്ഷെ ഒരു പല്ലിൻ്റെ ഗ്യാപ്പും ഇല്ല, എന്നാൽ അത്യാവശ്യം നല്ലൊരു വലിയ ഗ്യാപ്പും ഉണ്ട് ഗൈസ്. 2 സൈഡിൽ, ഈ സൈഡിലാണ് ഗ്യാപ്പ് കൂടുതൽ, ഞാൻ മൂക്ക് കുത്താത്ത സ്ഥലത്ത് ഉള്ള സൈഡിലാണ് വലിയ ഗ്യാപ്പുള്ളത്. മറ്റേ സൈഡിൽ കുറച്ചുകൂടെ ചെറുതാണ്. പിന്നെ
കുറച്ച് പുറത്തോട്ട് ചെറിയൊരു രീതിക്കുള്ള ഒരു ഉന്തലും ഉണ്ട്. പിന്നെ താഴത്തെ ജോലൈനിലെ അവിടുത്തെ പല്ലെന്ന് പറയണത് ഇതായിട്ടാണ് ഇരിക്കുന്നത്, കയറി ഇറങ്ങി. സോ ഞാൻ ക്ലിനിക്കിലിരുന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ എഗെയിൻ നിങ്ങൾ കാണിച്ചു തരികയാണ് ഇതാണ് അവസ്ഥ എന്നുള്ളത്. പിന്നെ ഞാൻ പറയാം, ഇപ്പം ഞാൻ പല്ലി കമ്പി ഇടാതിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നമില്ല. കാരണം ഇതെന്താണെന്ന് അറിയുമോ, നമ്മൾ ചിരി ശരിയാക്കാൻ വേണ്ടിയിട്ട് കമ്പി ഇട്ട് എന്നിട്ടും നമ്മളെ പല്ല ഇത് പ്രശ്നമായി. ആക്ച്വലി ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷൻ ഓർത്തഡോണ്ടിക് ഫെയിലിയർ ആണ്. ഓക്കെ, ഞാൻ എവിടെയാണ് പോയതെന്ന് വെച്ചാൽ ഞാൻ ട്രിവാൻഡ്രത്തുള്ള കമല ദന്തൽ ക്ലിനിക്കിലാണ് പോയത്. സോ അവിടെ പോയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ എന്താ ഇത് നമ്മൾ കമ്പിയിട്ട് ഗൈസ് അങ്ങനെ നമ്മൾ കമ്പിയിട്ടിട്ട് സൂപ്പറായിട്ടിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ഇതിൽ മാത്രമേ ഇട്ടുള്ളൂ ഇനി ഒരു 4 days കഴിഞ്ഞിട്ടാണ് താഴത്തേൽ വരുന്നത്. അപ്പോൾ എന്താ എങ്ങനെയുണ്ട് ഗൈസ്, എങ്ങനെയുണ്ട് നിങ്ങൾ പറയൂ. വാ നിറച്ച് വലയുള്ള പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ആക്ച്വലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം കുറേ നാളില്ലായിരുന്ന സാധനം വീണ്ടും വന്നപ്പോഴത്തേക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്. പക്ഷേ ഇനിയിപ്പോൾ അങ്ങ് ശീലമായിക്കോളൂ, അപ്പം പിന്നെ കുഴപ്പമില്ല. എന്നെ നോക്ക്, നിന്നെ കാണാൻ വയ്യല്ലേ ക്യാമറ. കൊള്ളാം മക്കളെ, നല്ല കമ്പി, നല്ല പൂ വിരിഞ്ഞിരിക്കണം. അമ്മ ഇങ്ങോട്ടാടാ, എങ്ങനെയുണ്ട്? ഇങ്ങനെ ഇടണ്ടോ നിന്റെ ചട്ടിയില്? കമ്പിയുടെ പല്ല് തള്ളിയിരിക്കും പോലെ അത് ചുണ്ട് തള്ളും. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് പ്രത്യേകം പറയാനുള്ള പറയമ്മ. നല്ല ചുണ്ടിയായിട്ടുണ്ട്. കമന്റിലല്ലായിരുന്ന ഞാൻ കമ്പി ഇട്ടപ്പോഴാണ് എനിക്ക് സന്തോഷായില്ലേ ഗൈസ്? കരിന്തേളുകൾ ഇങ്ങനെ പൂക്കമ്പി നല്ലത് തന്നെ. പൂ പൂത്തിക്കണേ ഇവിടുന്ന് അങ്ങോട്ട് വലിച്ചിട്ടില്ലേ പല്ലേ? എല്ലാം ചെയ്തിട്ടുണ്ട്. വേദനയില്ലേ? വേദന, ഞാൻ ഉറക്കം വരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ടീത്ത് ബ്രേസസ് ഇട്ടിട്ട് ഏകദേശം 3-4 ദിവസമായി. എനിക്ക് ഇട്ടതിൻ്റെ അന്ന് ചെറിയൊരു രീതിക്ക് പെയിൻ ഉണ്ടായിരുന്നു. 2-3 ദിവസം ഈ ഫ്രണ്ട് വേർഷനിൽ ഒരു പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, എന്നാലും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നാളെയാണ് എഗെയിൻ എൻ്റെ താഴത്തെ വരി പല്ലിൽ ബ്രേസസ് ഇടുന്നത്. സോ ഇതോടെ അങ്ങനെ എൻ്റെ പരിപാടികൾ നിൽക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് മാസം തോറും നാളെ ചെല്ലാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എഗെയിൻ ഞാൻ ഉപദേശം തരികയാണ്, ഇങ്ങനെ വല്ല മൊണാട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയി ചെയ്യണം, അല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. സോ ഇതാണ് നമ്മളെ പല്ല് നല്ല പല്ല്. പിന്നെ എനിക്ക് അവിടെ നിന്ന് ബ്രഷ്, പേസ്റ്റ്, മൗത്ത് വാഷ് അങ്ങനെ കുറച്ച് സാധനം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സാധനം വാങ്ങാൻ, അതിനെന്തോ ഒരു സാധനം പറയും ഗൈസ് എന്ന് വെച്ചാൽ ഒരു പൈപ്പ് കണക്ക് സാധനം വാങ്ങിക്കത്തിട്ട് ഞാൻ ഓർഡറും ചെയ്തു. ഇന്ന് ആ സാധനം വരികയും ചെയ്യും. അതായത് നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കുമല്ലോ, ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ അത്രയും പപ്സ്, ഷോറ്, ബിരിയാണി, ചിക്കൻ എല്ലൊക്കെ കുരുങ്ങിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു ബ്രഷ് സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വായിനകത്ത് വെച്ചിട്ട് ഫ്ലോ ബ്രഷോ അങ്ങനെ എന്തോ ഡോക്ടർ പറഞ്ഞ് മറന്നുപോയി. പക്ഷെ ഞാൻ ബുക്ക് ചെയ്തു. അപ്പോൾ അതിങ്ങനെ ഒന്ന് ആക്കിയാൽ ഫുള്ള് അങ്ങ് ക്ലീൻ ആവും. ആ വെള്ളത്തിൻ്റെ ഫോഴ്സോടുകൂടി സാധനം അങ്ങ് ക്ലീൻ ആവും. അപ്പം ഞാൻ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണമില്ല, ഈ ചട്ടിയും കൊണ്ട് മറ്റുള്ള ഉപയോഗിച്ച് ചെയ്യിക്കുമ്പോഴത്തേക്ക് ഫുള്ള് ഇതിനകത്ത് പഫ്ഷാണെങ്കിൽ എന്തൊരു ചെയ്യും അല്ലേ, നാറ്റമാണ്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും പോകണം ഗൈസ്. ടാറ്റാ, ബൈ ബൈ.